പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് കാലം കുറേയായി. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ചാനൽ കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് കേക്കിനൊക്കെ വളരെ ഓർഡർ കുറവാണ്. കിട്ടുന്നതൊക്കെ സാധാരണ ഓർഡിനറി കേക്കുകളാണ്. പ്രത്യേകിച്ച് ഡെക്കറേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി കോമ്പിനേഷനോ അങ്ങനത്തെ ഒന്നുമില്ല, സാധാരണ ഇതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് തവണ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ കാണുന്ന നിങ്ങളെ വീണ്ടും വീണ്ടും അത് തന്നെ കാണിപ്പിച്ചിട്ട് ബോറടിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേക്കല്ല, നമ്മുടെ ചിത്രരചനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അതിനൊക്കെ വളരെ വ്യൂസ് കുറവാണ്. 20, 30, 40 അങ്ങനെയൊക്കെയാണ്. ഒരു പക്ഷേ നമ്മുടെ ചാനൽ കൂടുതൽ ആൾക്കാരും കേക്കിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാവാം, ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാവാം. കാരണം ഒരു സമയത്ത് തീരെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും അതിൻ്റെ വീഡിയോസ്. കാരണം ഞാനത് എൻ്റെ സോഷ്യൽ മീഡിയാസ് ആയ മറ്റുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഞാൻ ഈ 2024 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജനുവരി മുതൽ ഒരു ദിവസം ഒഴിയാതെ എല്ലാ ദിവസവും എന്തെങ്കിലുമായിട്ട് ഞാൻ ചിത്രങ്ങൾ വരച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ചെയ്യുമല്ലേ, അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ആർക്കെങ്കിലും അതിന് വരയുന്നത് കണ്ടിട്ട് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു വീഡിയോ ഒരു കേക്കിൻ്റെ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പഴയ ആ ഒരു രീതിയിൽ തന്നെ ഒരു വീഡിയോ എടുക്കുന്നത്. ഒരു കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്, മിൽക്കി നട്ട് കേക്ക് ആണ്. അതിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. അതിൻ്റെ പുറമേയുള്ള ഡെക്കറേഷനിൽ ചെറിയൊരു വ്യത്യസ്തത വരുത്താനൊരു ശ്രമം നടത്തിയതാണ്. അപ്പോൾ അത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസമാണ് ഞാനിപ്പോൾ ഈ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്ത അതേ രീതിയിൽ തന്നെ സംഭവം അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കൂളായിട്ട് ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, ബാക്കി ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മുമ്പെയൊക്കെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇട്ടതാണ്. നമ്മൾ മിൽക്കി നട്ട് കേക്കാണ് ചെയ്യുന്നത്. 1 കിലോയുടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിൽ ചെയ്തിട്ട് 1 കിലോ മിൽക്കി നട്ട് കേക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് തവണ ഇട്ടതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. അതിൻ്റെ സിറപ്പ് കാര്യങ്ങളൊക്കെ മാറ്റമാണ്. ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ സിറപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റമാണ്. അതായത് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സിറപ്പാണ് നമ്മൾ മിൽക്കി നട്ട് കേക്കിന് യൂസ് ചെയ്യുന്നത്. പിന്നെ കേക്ക് സ്പഞ്ച് നമ്മുടെ സാധാരണ വാനില സ്പഞ്ച് തന്നെയാണ്. അതിൻ്റെ ഫില്ലിങ്സിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും നട്ട്സ് ഇടുന്നുണ്ട്, പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നുണ്ട്, പിന്നെ അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഗണാശ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും നല്ല ഇതായിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണ് മിൽക്കി നട്ട് കേക്ക്. ഞാൻ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു കേക്ക് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഇതുവരെയുള്ള കാലത്തും ഏറ്റവും കൂടുതൽ ഓർഡർ വന്നൊരു കേക്കാണിത്. ഈ ഒരു കേക്ക് മാത്രം ഒരു 10 15 തവണ ഞാൻ ഈ ഒരു 2 3 വർഷത്തിനുള്ളിൽ വാങ്ങിയ കസ്റ്റമേഴ്സ് ഉണ്ട്. വെറും അവർക്കത് മാത്രമേ വേണ്ടൂ, മറ്റൊരു കേക്കും ആവശ്യമില്ല. അത്രയും ടേസ്റ്റിയാണ്. കാരണം എല്ലാവർക്കും, കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം ഒരു കേക്കാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത് നമ്മുടെ ഒരു കുഞ്ഞു മോൾക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ കേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പം ഞാനിത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് സൈഡിൽ ചെറിയൊരു ഡെക്കറേഷൻ പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സൈഡിൽ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് സാധാരണ അങ്ങനെ കട്ട് ചെയ്യാറില്ല. ഇത് എനിക്ക് സൈഡിൽ ഡെക്കറേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പം നമ്മൾ ഐസിങ്ങൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഐസിങ് ചെയ്ത് ഭയങ്കര നീറ്റ് ആവണം എന്നില്ല. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന ഡെക്കറേഷൻ അത്തരത്തിലുള്ളൊരു ഡെക്കറേഷനാണ്. നീറ്റ് ചെയ്യാം, മാക്സിമം നീറ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് ഞാനിപ്പോൾ ചെയ്തത് നമ്മുടെ ഭാര്യയുടെ അനിയത്തിയുടെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ചെയ്തതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതൊരു നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് തന്നെയാണ്, ഒറിജിനൽ ഫോട്ടോ പ്രിൻ്റ്.
നമുക്ക് വേണമെങ്കിൽ A3 പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ഗ്ലേസിങ് ഒന്നുമില്ലാത്ത, അത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ പ്രിൻ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഫോട്ടോ പ്രിൻ്ററിൽ ഒരു A4 സൈസിൽ ഞാൻ അടിച്ചു. അതിലൊരു 2-3 റോ ആയിട്ട് കട്ട് ചെയ്യേണ്ട രീതിയിൽ ആക്കിയിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തു. അപ്പം ഞാനത് ടേബിളിൽ എന്ത് ചെയ്തു, നമ്മുടെ ക്ലിംഗ് റാപ്പില്ല, നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ കവർ ചെയ്ത് വെക്കാനൊക്കെ എടുക്കുന്ന ആ ഒരു സാധനം കുറച്ച് നീളത്തിൽ വിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതിങ്ങനെ ഒരു റോ ആക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അതിൻ്റെ മുകൾ ഭാഗത്തും അതേപോലെ നമ്മളെ റാപ്പറിനെ കൊണ്ട് നമ്മളൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് അതിൻ്റെ എയറൊക്കെ പോക്കി മാക്സിമം, എന്തായാലും അത് കുറച്ച് ചുളിവും ഇതൊക്കെ ഉണ്ടാവും, പരമാവധി ചുളിവില്ലാത്ത രീതിയിൽ വെക്കാൻ നോക്കുക. ഞാൻ പിന്നെ ഇതൊരു പരീക്ഷണമായതുകൊണ്ട് ഞാനൊന്ന് ഓർഡർ വർക്ക് ഒന്നുമല്ല, നമ്മൾ ചെയ്തിട്ട് കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് സമയം എടുത്തിട്ടില്ല, കാരണം ഇത് എന്താവും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള സൈഡിൽ കൂടുതലായിട്ട് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ അന്ന് പൊളിച്ച് കളഞ്ഞു. അപ്പോൾ നമ്മൾ ഫോട്ടോ നമ്മൾ ഡയറക്റ്റ് കേക്കിൻ്റെ മേലെ ടച്ച് ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഞാൻ ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. അപ്പോൾ പലതരത്തിലുള്ള കുട്ടിയുടെ ചെറിയ രീതിയിലുള്ള ഫോട്ടോ ഉണ്ട്, ഇപ്പോൾ ഈ റീസെൻ്റ്ലി എടുത്ത ഫോട്ടോസും ഉണ്ട്. ഞാൻ എടുത്ത ഫോട്ടോസ് തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് കേക്കിൻ്റെ മേലെ വെക്കാം. ഈ കോർണർ വരുന്നിടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ മതി, എന്നാൽ നല്ല ഷാർപ്പായിട്ട് അവിടെ നിന്നോളൂ. അതില്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഷേപ്പിലാണ് നിൽക്കും. അപ്പോൾ ഇത് ചെറിയ ഒരു ഭാഗം കുറച്ചൊന്ന് അധികം നമുക്ക് അളവിന് കണക്കാക്കിയിട്ട് നമ്മൾ ഫോട്ടോസ് പ്രിൻ്റ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയൊരു ഇത് അധികം വരുന്നുണ്ട്, അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് അടിച്ചിട്ട് നമ്മുടെ എഡിബിൾ ഷീറ്റിൽ അടിച്ചിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതേപോലെ ഒരുപാട് സമയം ഇതൊന്നും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് സമയം വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കേക്ക് ഡെലിവറിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് പോയിപ്പോൾ ഇതിപ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നതാണ്, പിറ്റത്തെ ദിവസമാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, അപ്പോൾ വൈഫ് അങ്ങോട്ടേക്ക് പോവുകയാണ്, വൈഫ് മക്കളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മുമ്പേ നമ്മൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എഡിബിൾ ഫോട്ടോ പ്രിൻ്റൊക്കെ ഇങ്ങനെ ഒരു ദിവസം മുമ്പേ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ വേറെ അത് കഴിഞ്ഞിട്ട് അതിന് ഏകദേശം ഇങ്ങനെയുള്ള ഒരു ഡിസൈന് കൂടി കൊടുത്തു. പ്ലെയിനായിട്ട് അങ്ങനെ വെക്കുമ്പം ഒരു അഭംഗി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു, അതിൻ്റെ ഇടയിലൂടെ ഫോട്ടോസ് കാണുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ മേലെയും നമ്മൾ നമ്മുടെ ഷീറ്റ് വെച്ചിട്ടുണ്ട്, റാപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും കെമിക്കലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ കൂളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ A3 പ്രിൻ്റ് ഉണ്ടല്ലോ, അത് ഷൈനിങ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇവിടെ പ്രിൻ്റർ ഉള്ളത് കൊണ്ട് A3 പേപ്പർ ഉണ്ടായിരുന്നില്ല, ഫോട്ടോ അടിക്കുന്ന പേപ്പറാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാനൊരു പേജിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് അടിച്ചിട്ട് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇനി നമ്മളതിനെ ബാക്കിയുള്ള ഡെക്കറേഷൻസ് നമ്മളെ യുക്തിക്കനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇതിനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു വൃത്തിയില്ലാത്തത് പോലെയുണ്ട്. അപ്പോൾ അതിനെ ഞാനൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ നോക്കുകയാണ്. ഒന്നുമില്ല, സിമ്പിളായിട്ട് നോസിലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സാധാരണ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ അത് ക്രീം നിറച്ചിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ആണ് ഞാനിത് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടമാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കേക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എന്തായാലും മറന്നു പോവാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും എന്താ പറയുക, നമ്മുടെ ചാനൽ നോക്കാതിരിക്കരുത്. അഥവാ നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ മേലെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ അങ്ങനെയാണ് മിൽക്കി നട്ട് കേക്ക് ചെയ്യുന്നത്. എന്നിട്ട് സൈഡിലൊക്കെ നമ്മൾ നട്ട്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മോക്ക് നട്ട്സ് അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഫില്ലിങ്സിലും കുറച്ച് നട്ട്സ് കുറച്ചത്. ഓക്കെ, അപ്പോൾ പേര് എഴുതുന്നത് മൊബൈലിൽ കോൾ വന്നപ്പോൾ കട്ട് ചെയ്തപ്പോൾ പിന്നീട് അത് ഓണാക്കാൻ വിട്ടുപോയി, എഴുതി കഴിഞ്ഞപ്പോഴാണ് അത് റെക്കോർഡിൽ ഇട്ടിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മറ്റുള്ള വീഡിയോസും എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ തൽക്കാലം ടാറ്റ ബൈ. നമ്മളെ വരയും കുറിയൊക്കെ ആയിട്ടുള്ള വീഡിയോസും കാണണേ എല്ലാവരും. ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുന്നത്. ചിലപ്പോൾ കുറച്ച് സമയം ഉണ്ടാവും, എന്നാലും എല്ലാവർക്കും ഇഷ്ടമാവും. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് കണ്ടിരിക്കാനെങ്കിലും എല്ലാവർക്കും ചിത്രങ്ങൾ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ? ഓക്കെ, ടാറ്റ ബൈ.